ആഗോള വാഹന വിപണിയിൽ നിന്നും ഇന്ത്യയിൽ നിന്നും പരസ്പര വിരുദ്ധങ്ങളായ വാർത്തകളാണ് ഇവിയുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്നത്. ഒരു വശത്ത് ഇലക്ട്രോണിക് വാഹനങ്ങളോടുള്ള ഉപഭോക്താക്കളുടെ താല്പര്യം കുറഞ്ഞ് പരമ്പരാഗത ഇന്റേണൽ കമ്പസ്റ്റർ എഞ്ചിൻ കാറുകളിലേക്ക് മടങ്ങുന്ന പ്രവണത യൂറോപ്പിലും അമേരിക്കയിലും ദൃശ്യമാകുമ്പോൾ, മറുവശത്ത് ഇന്ത്യയിൽ ഇലക്ട്രിക് വാഹനങ്ങൾ റെക്കോർഡ് വിൽപ്പനയുമായി മുന്നേറുകയാണ്. ഇവി നയങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവും ഉയർന്ന ചിലവുമാണ് മാറ്റത്തിന്റെ കാരണം. പ്രൊഫഷണൽ സർവീസ് ഗ്രൂപ്പായ ഇവൈ ആണ് റിപ്പോർട്ടിന് പിന്നിൽ. അതേസമയം ഇന്ത്യയിൽ നടപ്പു കലണ്ടർ വർഷം ഇലക്ട്രിക് വാഹനങ്ങൾക്ക് റെക്കോർഡ് വിൽപ്പനയെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. നവംബർ വരെയുള്ള ആകെ ഇവി വിൽപ്പന 20 ലക്ഷം കടന്നു. എല്ലാ വിഭാഗങ്ങളിലും കഴിഞ്ഞ വർഷത്തേക്കാൾ വിൽപ്പന നേടാനും കഴിഞ്ഞതായും കണക്കുകൾ പറയുന്നു. ആദ്യഘട്ടത്തിൽ ഇവി അനുകൂല നയങ്ങൾ സ്വീകരിച്ച മിക്ക രാജ്യങ്ങളും ഇപ്പോൾ തിരിച്ചുപോക്കിന്റെ പാതയിലാണ്. മുൻ പ്രസിഡന്റ് നടപ്പിലാക്കിയ ഇവി നയം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാറ്റിയിരുന്നു. 2035ഓടെ ഇന്റേണൽ കമ്പസ്റ്റർ എഞ്ചിനുള്ള വാഹനങ്ങൾ ഒഴിവാക്കാനുള്ള നീക്കം യൂറോപ്യൻ യൂണിയനും ലഘൂകരിച്ചു. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് നൽകിയിരുന്ന സബ്സിഡി ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ പിൻവലിക്കുകയോ കുറയ്ക്കുകയോ ചെയ്തതും ഡിമാൻഡ് കുറച്ചിട്ടുണ്ട്. അടുത്ത 24 മാസത്തിനുള്ളിൽ കാറ് വാങ്ങുന്നവരിൽ 50% ഇന്റേണൽ കമ്പസ്റ്റർ എഞ്ചിൻ വാഹനങ്ങൾ തിരഞ്ഞെടുക്കുമെന്നാണ് ഇവൈ റിപ്പോർട്ടിൽ പറയുന്നത്. കഴിഞ്ഞ വർഷത്തേക്കാൾ 13% കൂടുതലാണിത്. ഇലക്ട്രിക് വാഹനങ്ങളുടെ ഡിമാൻഡ് 14%-ൽ നിന്ന് 10%-ആയി കുറഞ്ഞു. ഹൈബ്രിഡ് കാറുകളുടേത് 16-ൽ നിന്ന് 5%-ആയി കുറഞ്ഞതായും ഇവൈ റിപ്പോർട്ടിൽ പറയുന്നു. ഇനി ഇലക്ട്രിക് കാറുകൾ വാങ്ങാൻ താല്പര്യമുള്ളവരിൽ 36% പേരും വാങ്ങൽ വൈകിപ്പിക്കുകയാണ്. ഭൗമ രാഷ്ട്രീയ പ്രശ്നങ്ങളാണ് വില്ലൻ. പൊതുനിരത്തുകളിലും ഹൈവേകളിലും ആവശ്യത്തിന് ചാർജിംഗ് സ്റ്റേഷനുകൾ ഇല്ലാത്തത് ഉപഭോക്താക്കളെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. പെട്രോൾ ഡീസൽ കാറുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇവികളുടെ ഉയർന്ന പ്രാരംഭ വില പലരെയും പിന്തിരിപ്പിക്കുന്നുണ്ട്. ഒറ്റ ചാർജിൽ ലഭിക്കുന്ന ദൂരം സംബന്ധിച്ച ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിനിടെ ചില വികസിത രാജ്യങ്ങൾ ഇലക്ട്രിക് വാഹനങ്ങൾക്കുള്ള സബ്സിഡികൾ വെട്ടിക്കുറച്ചതും വിപണിയെ ബാധിച്ചിട്ടുണ്ട്. എന്നാൽ ആഗോള വിപണിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ഇന്ത്യയിലെ ചിത്രം. ഈ കലണ്ടർ വർഷം ഇലക്ട്രിക് വാഹനങ്ങളുടെ വിൽപ്പനയിൽ രാജ്യം എക്കാലത്തെയും വലിയ റെക്കോർഡാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നടപ്പു കലണ്ടർ വർഷത്തിലെ നവംബർ മാസം വരെയുള്ള ഇവി വിൽപ്പന 20 ലക്ഷം കടന്നതായി ഫെഡറേഷൻ ഓഫ് ഓട്ടോമൊബൈൽസ് ഡീലേഴ്സ് അസോസിയേഷൻ റിപ്പോർട്ട് പറയുന്നു. മുൻ വർഷത്തേക്കാൾ 14.29%-മാണ് ഇവി കച്ചവടം കൂടിയത്. യാത്ര, ഇരുചക്ര, മുച്ചക്ര, വാണിജ്യ വാഹനങ്ങളുടെ എല്ലാം വിൽപ്പന കഴിഞ്ഞ വർഷത്തേക്കാളും കൂടിയിട്ടുണ്ട്. ഇതാദ്യമായാണ് നവംബറിൽ തന്നെ എല്ലാ വിഭാഗങ്ങളും ഒരുമിച്ച് മുൻ വർഷത്തെ റെക്കോർഡ് മറികടക്കുന്നത്. നവംബർ 30 വരെയുള്ള കണക്ക് പ്രകാരം 1,60,894 ഇവി കാറുകളാണ് രാജ്യത്ത് വിറ്റത്. മുൻ വർഷത്തേക്കാൾ 77.5%-ആണ് വർധന. ടാറ്റ മോട്ടോഴ്സ്, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, MG മോട്ടോഴ്സ്, ഹുണ്ടായ് മോട്ടോഴ്സ് ഇന്ത്യ തുടങ്ങിയ പ്രമുഖ ഇവി നിർമ്മാതാക്കളെല്ലാം ഉയർന്ന വിൽപ്പന രേഖപ്പെടുത്തി. നെക്സോൺ, പഞ്ച്, ഹാരിയർ, കർവ്, ടിയാഗോ, ടൈഗർ എന്നീ മോഡലുകളുള്ള ടാറ്റ മോട്ടോഴ്സ് തന്നെയാണ് വിൽപ്പനയിൽ ഒന്നാമത്. എന്നാൽ വിപണി വിഹിതം മുൻവർഷം 63.5%-ആയിരുന്നത് ഇക്കുറി 39.25%-ആയി കുറഞ്ഞു. എന്നാൽ തൊട്ടു പിന്നിലുള്ള MG മോട്ടോഴ്സിന്റെ വിപണി വിഹിതം 19.79-ൽ നിന്ന് 30%-ലേക്ക് കുതിച്ചതായും കണക്കുകൾ പറയുന്നു. രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഇവികളിലൊന്നായ വിൻസറിന്റെ വരവാണ് കാര്യങ്ങൾ മാറ്റിമറിച്ചത്.